തൂവാന. ഇതിപ്പോൾ ഈ പുല്ല് നിങ്ങൾ കാണുമ്പോൾ ഉണ്ടാവും, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇത് കരിമ്പിൻ തോട്ടാണ് കേട്ടോ അല്ലേ? ഇഷ്ടംപോലെ പറഞ്ഞിട്ട് ഇവിടെ നിറച്ച് ഇങ്ങനത്തെ പുല്ലും തോട്ടമാണ്. ഇതെന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുല്ലെന്ന് പറഞ്ഞ പുല്ലല്ല കേട്ടോ, ശരിക്കും പുല്ലാണെങ്കിലും ഇത് നായങ്കണമെന്ന് പറഞ്ഞൊരു എന്താ പറയുക പുല്ലാണ്. ഇത് അതെ അതെ, കരിമ്പിൻ്റെ അപരനാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇല നമ്മുടെ മേത്തേക്ക് ഇതിൻ്റെ ഈ അരികു കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിയും കേട്ടോ. അങ്ങനത്തെയാണ്. ഇത് ശരിക്കും പശുവിനൊന്നും കൊടുക്കുകയല്ല, ഇത് പോത്തിനൊക്കെ വെട്ടിയിട്ട് ചിലപ്പം ഒക്കെ കൊടുക്കുന്ന കാണാം. അല്ലാതെ പശുവൊക്കെ ഇതങ്ങനെ തിന്നിയല്ല. നമ്മുടെ പോതപ്പുല്ല് പോലെ ഇരിക്കുമെങ്കിലും പോതപ്പുല്ലല്ല ഇത്. ഭയങ്കര ഷാർപ്പ്നെസ്സാണ് ഇതിൻ്റെ ഈ ഇത് കണ്ടില്ലേ ഈ അരികുകൾക്ക്. അപ്പം നമുക്ക് ഇത് എന്താ പറയുക, നമ്മുടെ കൈയൊക്കെ മുറിയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കയറി പോകാൻ. ഇഷ്ടംപോലെ ഇവിടെ തോട്ടമായി. അപ്പോൾ അന്നുണ്ടായിരുന്നപ്പോൾ ഇത് ആനയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇട്ട് കത്തിച്ചപ്പോഴേക്കും പിന്നെ ആർത്തലച്ച് മഴ പെയ്തപ്പോഴേക്കും ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചും പുല്ലിൻ തോട്ടമായി കേട്ടോ. ഇങ്ങനത്തെ നായങ്കണത്തോട്ടമായി ഉണ്ടോ, എന്തോരാണ് നോക്കിക്ക്, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നിനും കൊള്ളില്ല, അത് വെട്ടി ദൂരെ കളയാൻ മാത്രമേ അത് കൊള്ളുള്ളൂ. ഇത് വെട്ടി നശിപ്പിച്ചാൽ മാത്രമേ ഇത് പോകുള്ളൂ. നശിപ്പിച്ചാൽ തന്നെ ഒരു വേര് കിടന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അതാണ് നമ്മുടെ ഈ നായങ്കണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ചെടി. ഇത് പുഴയറമ്പിൽ വെച്ചിട്ടുണ്ടെന്നല്ല, ഇടിയൊന്നുമില്ല, പുഴയറമ്പ് ഇടിഞ്ഞൊന്നും പോകില്ല. അപ്പോൾ പുഴയറമ്പിൽ കൂടെ വെക്കാൻ നല്ലതാണ് നമ്മുടെ ഈ നായങ്കണ.